عائشة رضي الله تعالى عنها قالت خرج رسول الله صلى الله عليه وسلم جوف الليل في رمضان. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരിക്കൽ ഒരു റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കരിച്ച് വീട്ടിൽ വന്ന് അർദ്ധരാത്രി ആയപ്പോൾ വീട്ടിൽ നിന്ന് വീണ്ടും പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ തുടങ്ങി. നബി പള്ളിയിൽ വന്ന വിവരം അറിഞ്ഞ് ചില ആളുകളൊക്കെ പള്ളിയിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് മാമുമായി നിസ്കരിക്കാൻ തുടങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആളുകളുടെ ഇടയിൽ ചർച്ചയായി, എന്തോ ഒരു പുതിയ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു, ഞങ്ങളൊക്കെ പങ്കെടുത്ത ആൾക്കാർ പറഞ്ഞു. അത് കേട്ട് രണ്ടാം ദിവസവും നബി ഇതേപോലെ അർദ്ധരാത്രി വന്ന സമയത്ത് വീണ്ടും ആള് കൂടി. മൂന്നാം ദിവസം ഇതേപോലെ ആളുകളുടെ കൂടുതൽ ചർച്ചയായി, കൂടുതൽ ആളുകൾ പള്ളിയിലേക്ക് അർദ്ധരാത്രി വന്നു. നാലാം ദിവസമായപ്പോൾ പള്ളിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ആളുകൾ പള്ളിയിൽ കൂടി അർദ്ധരാത്രി റമദാനിൽ. പക്ഷെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. അവർ ഒച്ചയനക്കിയൊക്കെ നോക്കി നബിയെ വരുത്താൻ വേണ്ടി, പക്ഷെ നബി വന്നില്ല, നിസ്കരിക്കാൻ വന്നില്ല. നാലാം ദിവസം നേരം വെളുത്ത് സുബഹി നമസ്കാരത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഇന്നലെ നിങ്ങളെല്ലാവരും പള്ളിയിൽ കൂടിയ കാര്യം ഞാൻ അറിയാഞ്ഞിട്ടുണ്ടല്ല വരാതിരുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ ആവേശം കണ്ടപ്പോൾ എനിക്ക് തോന്നി, അല്ലാഹു തആല ഈ നിസ്കാരം അങ്ങനെ ഫർളാക്കുമോ എന്നെനിക്ക് തോന്നിപ്പോയി. ഫർളാക്കിയാൽ അത് ഉമ്മത്തിന് ബുദ്ധിമുട്ടായിത്തീരും, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് പള്ളിയിൽ നിസ്കരിക്കുകയും ബാക്കി 12 റക്അത്ത് വീട്ടിൽ പോയി പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. നബിയും സഹാബത്തും അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് 20 പൂർത്തീകരിച്ചത്. നബിയുടെ ജീവിതകാലത്ത് പിന്നെ നബി അങ്ങനെ ചെയ്തിട്ടില്ല. തറാവി നമസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന നമസ്കാരം പിന്നീട് സഹാബാക്കൾ ചെയ്തത്, മദീന പള്ളിയിൽ ചിലർ ഒറ്റയ്ക്ക് നിസ്കരിക്കും, ചിലർ ചെറിയ ചെറിയ ജമാഅത്തുകളായി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിസ്കരിക്കും. ആ രീതി തുടർന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖിലാഫത്ത് കാലത്തും രീതി അതായിരുന്നു. ചിലർ ഒറ്റയ്ക്ക് നിസ്കരിക്കും, ചെറിയ ചെറിയ സംഘങ്ങളായി നിസ്കരിക്കും. ഇങ്ങനെയൊക്കെയാണ് നടന്നുപോയത്. ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ആദ്യകാലത്തും അങ്ങനെയാണ് ഉണ്ടായത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് വരുമ്പോൾ ഈ കാഴ്ച കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ ജമാഅത്തായിട്ട് ഇത് നിർവഹിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ. ഇതൊരു നല്ല കാഴ്ചയല്ലല്ലോ. ഒരേ പള്ളിയിൽ പല ജമാഅത്തുകൾ നടക്കുന്നു, ചിലർ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം അത് തീരുമാനമെടുക്കുകയും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വലിയൊരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജമാഅത്തായി ആദ്യമായി തറാവി നമസ്കാരം ഒരൊറ്റ ജമാഅത്തായി മദീന പള്ളിയിൽ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പിന്നെ ഒരു ദിവസം പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ഇമാമിന്റെ കീഴിൽ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കുന്ന കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിഅമൽ ബിദ്അത്തു ഹാദിഹി, ഇത് റസൂലിന്റെ കാലത്ത് ഇല്ലാത്തതാണെങ്കിലും ഒരു പുതിയ കാര്യമാണെങ്കിലും ഇതൊരു നല്ല കാര്യമാണ്. എല്ലാവരും ഒരു ഇമാമിന്റെ കീഴിൽ ഒറ്റയ്ക്ക് ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് നല്ലൊരു കാഴ്ചയാണിത്. ഇത് ബിദ്അത്താണെങ്കിലും ഇത് നല്ലതാണ് എന്ന് ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ടായി. ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി വന്നപ്പോൾ ഈ കാഴ്ച കണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നവ്വറല്ലാഹു ഖബറ ഉമറ കമാ നവ്വറ മസാജിദന, അല്ലാഹു ഉമറിന്റെ ഖബർ പ്രകാശിപ്പിക്കട്ടെ നമ്മുടെ പള്ളികളെ ഇങ്ങനെ പ്രകാശിപ്പിച്ചതുപോലെ. ഈ ഒരു കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് ഉമറാണല്ലോ. ഉമറിന്റെ ഖബറിനെയും അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം വന്ന അലി റളിയല്ലാഹു അൻഹു ഇതേപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉമറിന്റെ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ, ഈ പള്ളിയെ എങ്ങനെ പ്രകാശിപ്പിച്ചത് ഉമറാണല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് തറാവി നമസ്കാരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമസ്കാരമാണ് തറാവി എന്ന് പറയുന്നത്. അതിന്റെ തുടക്കത്തിലുള്ള ഒരു ആവേശമൊന്നും ഇപ്പോൾ നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇടക്ക് തുടക്കത്തിലുള്ളതുപോലെ സഫുകൾ അവസാനം വരെ ഉണ്ടാവുന്നില്ല. ഇടക്കിടക്ക് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. കൊഴിഞ്ഞു പോകുന്ന ആളുകൾ തന്നെ പലപ്പോഴും വീട്ടിലേക്കല്ല എത്തുന്നത്, അവർ കുലുക്കി സ്രവത്തിന്റെ പുറകിലൊക്കെയാണ് പലരും നടക്കുന്നത്. അതുകൊണ്ട് റമദാൻ ഇങ്ങനെ തീർന്നു പോകും. ഒരു 10 ഇന്നോടുകൂടി തീരുകയാണ്. ഇനി തറാവി നിസ്കരിക്കുന്നു വിചാരിച്ചാൽ ഇടക്കൊന്നും നടക്കൂല, അടുത്ത റമദാൻ വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ നമ്മളിൽ ആരുണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ തറാവി നമസ്കാരത്തിന് പരിപൂർണമായിട്ട് പള്ളിയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി ബിഹംദികി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.